Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, Arya, more good afternoon. Okay, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം എടുത്തത് വരെ വായിച്ചു നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണ് അത്രയും ഭാഗങ്ങൾ? നമ്മള് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NABHന്റെ നമ്മള് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, നമുക്കൊരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, പറഞ്ഞ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ അത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓൺ മ്യൂട്ട് ചെയ്യാം കേട്ടോ. നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് NABHന്റെ ഡോക്യുമെന്റേഷൻ അല്ലെ, NABH അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ആവശ്യകതകൾ അല്ലെങ്കിൽ അതിന് വേണ്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ്, NABHന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് എന്തൊക്കെയാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ മാനുവൽ വേണം. 3 കാര്യങ്ങളാണ്. ഒന്ന് ക്വാളിറ്റി, സേഫ്റ്റി, പിന്നെ എന്തായിരുന്നു ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ. ഇത് 3ഉമായിട്ടും ബന്ധപ്പെട്ട മാനുവല് ഒരു ഹോസ്പിറ്റലില് മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് കമ്മിറ്റികളാണ് അല്ലെ. പ്രധാനമായിട്ടും ഒരു 8ഓളം കമ്മിറ്റികൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ 8 കമ്മിറ്റികളും എവിടെ ഉണ്ടായിരിക്കണം, ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ മൂന്നാമത്തെ ഒരു റിക്വയർമെന്റ് ആയിട്ട് പറയുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. KPI എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കി വിളിക്കുന്നത് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അത് നമുക്ക് 32 പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു 4 പോയിന്റ് മാത്രമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആദ്യം നമ്മൾ പറഞ്ഞത് ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ് അല്ലെ. ഇൻഡോർ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇൻപേഷ്യൻസ് ആണ്. ഇൻപേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്തൊരു സമയം അല്ലെ, അത് ഒന്നാമത്തെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് എടുക്കുന്ന സമയമാണ്. ഡിസ്ചാർജിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാല് അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള സമയമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അഡ്മിറ്റായി, പേഷ്യന്റ് അഡ്മിറ്റായി ചിലപ്പോ 2-3 ദിവസം കഴിയുമ്പോ പേഷ്യന്റ് ചിലപ്പോ ബെറ്റർ ആവാം, ട്രീറ്റ്മെന്റ് ഒക്കെ ലഭിക്കുമ്പോ ബെറ്റർ ആവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഡോക്ടർ അവർക്ക് ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു അപ്രൂവൽ കൊടുക്കുകയാണ്. ഇന്ന ദിവസം നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യാം, 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് ആവാം എന്ന് ഡോക്ടർ പറയാണ്. ഓക്കെ, അപ്പോ ആ ഒരു ഡോക്ടറ് ഒഫീഷ്യൽ ആയിട്ട് ഒരു ഡിസ്ചാർജ് അപ്രൂവൽ കൊടുക്കുന്ന ഒരു സമയം തൊട്ട് ആ ഒരു പേഷ്യന്റ് ആ യൂണിറ്റ് വിടുന്നത് വരെയുള്ള ഒരു സമയം, അതാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജിന് എടുക്കുന്നത്. അപ്പൊ ഡിസ്ചാർജിന് എടുത്ത സമയം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ്, ഒരു ഡോക്ടറ് ഡിസ്ചാർജ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഫോർമൽ അപ്രൂവല് പേഷ്യന്റിന് കൊടുക്കുന്ന സമയം തൊട്ട് ആ ഒരു പേഷ്യന്റ് യൂണിറ്റ് വിടുന്നത് വരെയുള്ള ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. പ്രഷർ അൾസർ എന്താന്ന് പറഞ്ഞു അല്ലെ, അഡ്മിഷന് ശേഷം ബെഡ്സോർ എന്ന് പറയും കേട്ടോ. പ്രഷർ അൾസർ അഥവാ ബെഡ്സോർ അറിയാലോ, അതായത് ഒരുപാട് നാളുകളോളം ബെഡിൽ ഇങ്ങനെ കിടക്കുന്നത് പോലും, പ്രത്യേകിച്ച് ബെഡ്രിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളവര് കാലങ്ങളോളം ഈ ബെഡിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നതിന്റെ ഒരു ഇതായിട്ട് എന്ത് സംഭവിക്കണം, അവരുടെ ഈ പറയുന്ന മുറിവുകൾ ഉണ്ടാവും അല്ലെ. മുറിവുണ്ടാവും. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ബെഡ്സോർ അഥവാ പ്രഷർ അൾസർ എന്നാണ് പറയുന്നത്. കാരണം ആ പ്രഷർ മൂലമാണ് ആ രോഗിയെ ആ ഒരു എന്താ പറയാ ബെഡിൽ ഇങ്ങനെ കിടന്ന് കുറെ നാളുകളോളം കിടന്ന് ആ ഒരു പ്രഷർ വരുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു മുറിവാണ്. ഓക്കെ, അപ്പൊ അഡ്മിഷന് ശേഷം അത്തരത്തില് പ്രഷർ അൾസേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ per 1000 ഇൻവെസ്റ്റിഗേഷൻസ്. 1000 ഇൻവെസ്റ്റിഗേഷൻസുകളില് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം. നമ്മൾ 1000 എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആയിട്ട് എടുത്തതാണ്. 1000 ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ
ലബോറട്ടറി ടെസ്റ്റിംഗ് ഉണ്ട്, റേഡിയോളജി ടെസ്റ്റിംഗ് ഉണ്ട്, ഫിസിക്കൽ എക്സാമിനേഷൻസ്, ഇതൊക്കെ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ ആണ്, അല്ലെ, ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോൾ 1000 ഇൻവെസ്റ്റിഗേഷൻസ് എടുക്കുമ്പോൾ അതിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണമാണ് മറ്റൊരു ഇൻഡിക്കേറ്റർ. ഇതുവരെ നമ്മൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് വരുന്നത് നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ് കേട്ടോ. മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഒബ്സർവ് ചെയ്യുന്ന വ്യതിയാനങ്ങളുടെ എണ്ണം. അതാണ് നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഒബ്സർവ് ചെയ്യപ്പെടുന്ന വ്യതിയാനങ്ങളുടെ എണ്ണം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം? അതായത് നമുക്കറിയാലോ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് ഒരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മളതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിനനുസരിച്ചിട്ടാണ് നമ്മൾ പൊതുവെ ഒരു മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യുന്നത്. എന്നൊന്ന് എക്സാമ്പിൾ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, എന്ന് പറഞ്ഞിരുന്നല്ലോ. അതായത് ഒരു ഹോസ്പിറ്റലില് ഒരു മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യാണ്, ഒരു ഫയർ ഇവാക്യുവേഷന്റെ ഒരു മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ഓക്കെ ഷമിന, ഇന്ത്യ പാകിസ്ഥാന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അല്ലെ. ഈ വർഷത്തോടൊപ്പം ഒരു മോക്ക് ഡ്രിൽ ഉണ്ടായില്ലേ. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ ചിന്തിക്കണം. അതൊരു ഹോസ്പിറ്റൽ എക്സാമ്പിളിന് വേണ്ടി പറയാണ്, ഒരു ഹോസ്പിറ്റലിൽ ഒരു മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. ഒരു ഫയർ ഇവാക്യുവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പ്രിപ്പയർ ചെയ്യണം അല്ലെ, അതിന് വേണ്ടിയിട്ട് ഒരു മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യാണ്. അപ്പോ ഒരു മോക്ക് ഡ്രിൽ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിനനുസരിച്ച് കൊണ്ടാണ് ഒരു മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യാം. മനസ്സിലായി? അപ്പൊ നമ്മൾക്ക് അതിനൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അലാറത്തിൽ നിന്ന് സൗണ്ട് വരികയാണ്. സ്വിച്ച് ഓൺ ചെയ്യുന്ന ഓൺ ദ സ്പോട്ട് തന്നെ അലാറത്തിൽ നിന്ന് സൗണ്ട് വരികയാണ്. ആ സൗണ്ട് കേട്ടയുടനെ ആളുകൾ എല്ലാവരും ഒരു 10 മിനിറ്റ്സിനുള്ളിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ഇവാക്യുവേറ്റ് ചെയ്ത് എവിടെ എത്തണം? പുറത്തേക്ക് എത്തണം. ഇതാണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിന് ഇരിക്കട്ടെ. ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. പക്ഷെ നമ്മൾ മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യാണ്. ഓക്കെ, മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്ത സമയത്ത് സ്വിച്ച് ഓൺ ചെയ്തു, പക്ഷെ ഓൺ ദ സ്പോട്ടിൽ എന്ത് വന്നില്ല? അലാറത്തിൽ നിന്ന് സൗണ്ട് വന്നില്ല. ഒരു 3 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് അലാറത്തിൽ നിന്ന് സൗണ്ട് വന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ഒരു വേരിയേഷൻ വന്നു. ഓക്കെ, പിന്നെ അതുകൂടാതെ നമ്മൾ പറഞ്ഞ 10 മിനിറ്റ്സിനുള്ളിൽ ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്തു വരണം എന്നുള്ളതായിരുന്നു. അതെന്തായി? 10 മിനിറ്റിനുള്ളത് ഒരു 5 മിനിറ്റ്സ് കൂടെ എക്സ്ട്രാ എടുത്ത് ഒരു 15 മിനിറ്റ്സ് കൊണ്ടാണ് ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് പുറത്തോട്ട് വന്നത്. അപ്പൊ അവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അനുസരിച്ച് അതിൽ നിന്നും കുറച്ച് വേരിയേഷൻസ് വന്നിട്ടുണ്ട് അല്ലെ. അതായത് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ 3 മിനിറ്റ്സ് ലേറ്റർ ആയിട്ടാണ് എന്ത് വന്നത്? അലാറത്തിൽ നിന്ന് സൗണ്ട് വന്നത്. ഓക്കെ, അതുപോലെ 10 മിനിറ്റിനുള്ളിൽ ഇവാക്യുവേറ്റ് ചെയ്യണം എന്നുള്ളത് 15 മിനിറ്റ്സ്, അതായത് ഒരു 10 മിനിറ്റിനുള്ളത് ഒരു 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ എടുത്ത് 15 മിനിറ്റ്സിനുള്ളിലാണ് ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നത്. അപ്പൊ അതൊരു എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, മോക്ക് ഡ്രിൽസുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഒബ്സർവ് ചെയ്യുന്ന വ്യതിയാനങ്ങളുടെ വേരിയേഷൻസുകളുടെ എണ്ണം. ശരിക്കും പറഞ്ഞാൽ അധികം വേരിയേഷൻ വരാൻ പാടില്ല. നമ്മൾ എന്താണോ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് പ്രൊസീജിയർ നമ്മൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യണം. അതാണ് അതിന്റെ ക്വാളിറ്റീനെ കാണിക്കുന്നത് അല്ലെ. അതിന് എത്രത്തോളം വേരിയേഷൻസ് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ആ ഒരു ക്വാളിറ്റിയിൽ ഒരു കുറവാണ് അവിടെ കാണിക്കുന്നത് അല്ലെ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വരുന്നത് എന്താണ്? പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു ദ സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ ദ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. അതായത് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളില് കൃത്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകള് പാലിക്കുന്നവരുടെ ശതമാനം. അപ്പൊ നമ്മൾ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ലബോറട്ടറി സർവീസസ് നമ്മൾ പഠിച്ചതാണ് അല്ലെ, റേഡിയോളജി സർവീസസ് ഒക്കെ പഠിച്ചതാണ്. അപ്പൊ ഇവിടെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായ കുറെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം അല്ലെ. അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകള് എന്തെടുത്തിരിക്കണം? സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായിട്ട് പാലിക്കുന്നവരുടെ ശതമാനമാണ്. അപ്പൊ എല്ലാ സ്റ്റാഫുകളും എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും പാലിക്കണമെന്ന് നിർബന്ധമില്ല. ചില ആളുകൾ പാലിക്കാൻ, ചിലവരത് ചെയ്തില്ല എന്നും വരാം അല്ലെ. അപ്പൊ അതാണ് മറ്റൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരോടും സേഫ്റ്റി പ്രിക്കോഷൻസ് കറക്റ്റ് ആയിട്ട് പാലിച്ചിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ക്വാളിറ്റി അല്ലെ. അപ്പൊ അതിൽ നിന്നും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇൻഡിക്കേറ്റർ എടുക്കുന്നത്. പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു ദ സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ ദ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ് കേട്ടോ. അഡ്ഹിയറൻസ് മീൻസ് എന്താണ്? പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഇൻഡിക്കേറ്റർ എന്താണ്?
percentage of medication charts with the error-prone abbreviations. Percentage of medication charts with the error-prone abbreviations. അതായത് എറർ പ്രോൺ ആയിട്ടുള്ള എറർ വരാൻ സാധ്യതയുള്ള അബ്രീവിയേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. എറർ പ്രോൺ എന്ന് വെച്ചാൽ എറർ വരാൻ ചാൻസ് ഉള്ള, നമുക്ക് കൺഫ്യൂസ്ഡ് ആവാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് മിസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള അബ്രീവിയേഷൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ മെഡിക്കൽ ടെർമിനോളജി ഒക്കെ പഠിച്ചതാണല്ലോ. നമ്മൾ സാധാരണ ടാബ്ലറ്റ് ഒക്കെ പറയും ഇത്ര മില്ലിഗ്രാം എന്നാണ് പറയാം, അല്ലെ? ഒരളവ് അങ്ങനെയല്ലേ നമ്മൾ പറയാം, മില്ലിഗ്രാം. അപ്പൊ നമ്മൾ സ്മോൾ എമ്മും സ്മോൾ ജിയും ഉപയോഗിച്ചിട്ടാണ് മില്ലിഗ്രാമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെ? ഈ മില്ലിഗ്രാമിന് ആ സ്മോൾ എം ഒന്ന് മാറിയിട്ട് ക്യാപിറ്റൽ എം ആയിരിക്കട്ടെ, അപ്പൊ വലിയൊരു വ്യത്യാസമായി. മില്ലിഗ്രാം എന്തായി മാറി? മെഗാഗ്രാം ആയിട്ട് മാറി. ആ സ്മോൾ എം മാറിയിട്ട് ഒരു ക്യാപിറ്റൽ എം ഇട്ട് കഴിഞ്ഞാൽ എന്തായി? അതായത് നമ്മൾ വായിച്ചത് തെറ്റിപ്പോയെന്ന് വിചാരിക്കാം. ഒരു വലിയ ക്യാപിറ്റൽ എം ആയിട്ടാണ് അത് കണ്ടതും നമ്മൾ അങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. അതെന്തായി മാറി? മെഗാഗ്രാം ആയിട്ട് മാറി. മില്ലിഗ്രാമും മെഗാഗ്രാമും തമ്മിൽ ഭയങ്കരമായ ഒരു വ്യത്യാസമുണ്ട്, അല്ലെ? എന്തെങ്കിലും ഡിഫറെന്റ് ആണല്ലോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് QD. QD എന്ന് പറയുമ്പോൾ ഡെയിലി എന്നുള്ള അർത്ഥമാണ്. QID എന്ന് പറയുമ്പോൾ 4 times a day എന്നുള്ള അർത്ഥമാണ്. അതായത് ദിവസത്തിൽ 4 പ്രാവശ്യം എന്നുള്ളതും ദിവസവും എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ദിവസം ഒരു നേരം എടുക്കേണ്ട മരുന്ന് ദിവസത്തിൽ 4 പ്രാവശ്യം എടുക്കേണ്ട ഒരു മരുന്ന് എന്ന് പറയുമ്പോൾ വ്യത്യാസമില്ലേ? ഓക്കെ, അപ്പൊ QD QID ഒരു ഐയുടെ വ്യത്യാസമുള്ളൂ. ഐ ഇടയിൽ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചിലത് നമ്മൾ അങ്ങനെ എഴുതുന്ന സമയത്ത് എന്തുണ്ടാവാം? ചിലപ്പോൾ നമ്മൾ മിസ് ഇന്റർപ്രറ്റ് ചെയ്യാം, തെറ്റായിട്ട് നമ്മൾ അത് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആവാം. ചിലരുടെ ഹാൻഡ് റൈറ്റിംഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ലെറ്റർ ആണോ, അല്ലെ? ഒരു സംശയം വരും. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തിൽ എന്താണ് ഈ പറയുന്ന പോലെ എറർ പ്രോൺ ആയിട്ടുള്ള, അതായത് എറർ വരാൻ ചാൻസ് ഉള്ള, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, മിസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അത്തരം അബ്രീവിയേഷൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ഓക്കെ, അതാണ് മറ്റൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് percentage of inpatients developing unfavorable drug reactions. അതാണ് percentage of inpatients developing unfavorable drug reactions. അതായത് പ്രതികൂലമായിട്ടുള്ള മരുന്ന് പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന പേഷ്യൻസുകളുടെ ശതമാനം. അതായത് ഇൻപേഷ്യൻസ് ആണ് നമ്മൾ എടുക്കുന്നത്, ഔട്ട് പേഷ്യന്റിലല്ല. അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് ഈ അഡ്വേഴ്സ് ആയിട്ട് പ്രതികൂലമായിട്ട് മരുന്നുകളുടെ റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ചില ആളുകള് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ നമ്മളോട് ചോദിക്കും എന്തെങ്കിലും അലർജിക്കാണോ, അല്ലെങ്കിൽ അലർജി കാര്യങ്ങളോ മരുന്നുകളോട് വല്ല അലർജി കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ഡോക്ടർ നമ്മളോട് ചോദിക്കാറുണ്ട്, അല്ലെ? ചില ആളുകൾക്ക് ചില മരുന്നുകൾ കഴിച്ചാൽ ബുദ്ധിമുട്ടുകൾ വരും, അല്ലെ? അലർജിക് ആയിട്ടുള്ള എന്താ പറയാ റിയാക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ ആ രീതിയിൽ എന്താണ് അഡ്വേഴ്സ് ആയിട്ട്, അതായത് അൺഫേവറബിൾ ആയിട്ട് പ്രതികൂലമായിട്ട് മരുന്നിന്റെ റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യൻസുകളുടെ ശതമാനം പ്രത്യേകം ഓർക്കാം. ഈ അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ഡോസിൽ തന്നെ മരുന്നുകൾ എടുക്കുമ്പോൾ വരുന്ന പ്രതികൂല റിയാക്ഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ എടുത്തു പറയാൻ കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് ഒരു നേരം കഴിക്കേണ്ട മരുന്ന് ഒരു 3 or 4 പ്രാവശ്യം തെറ്റി കഴിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ അത് ഓവർഡോസ് ആയി. ഓവർഡോസ് ആയാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ അൺഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് വന്നുകൂടാന്നില്ല, വരാം. ഓക്കെ, അങ്ങനെയല്ല എടുക്കുന്നത്. നമ്മൾ നോർമൽ ഡോസിൽ തന്നെ മരുന്ന് കഴിക്കുകയാണ്. ആ മരുന്ന് കഴിച്ചതിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും പ്രതികൂലമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അത് പ്രത്യേകിച്ച് ഇൻപേഷ്യൻസിൽ അത്തരം കേസുകളിൽ ഉണ്ടായിട്ടുള്ളതിന്റെ ശതമാനം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് percentage of inpatients developing unfavorable drug reactions. ഓക്കെ, അടുത്തതാണ് എന്ത്? പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT. OT എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ആണ്. പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT, അതായത് അൺപ്ലാനഡ് ആയിട്ട്, അതായത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് തിരിച്ചു പോകേണ്ടി വന്ന കേസുകളുടെ ശതമാനം. എന്ന് പറഞ്ഞാല് ആദ്യം ഒരു പ്രൈമറി സർജറി കഴിഞ്ഞിട്ടുണ്ടാവും, ഓപ്പറേഷൻ തിയേറ്ററിൽ ആദ്യത്തെ സർജറി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് അതിനുശേഷം പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പറയുന്ന രോഗിയുടെ കണ്ടീഷൻ വളരെ വേഴ്സ്റ്റ് ആയി, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യം വരെയാണെന്ന് വിചാരിക്കും. അപ്പൊ വീണ്ടും നമ്മൾ അവരെ വീണ്ടും സർജറിക്കായിട്ട് റീ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകേണ്ടി വരും, അല്ലെ? അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ ശതമാനം.
അടുത്താണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു ഡ്യൂട്ടി. അൺപ്ലാനഡ് എന്ന് വെച്ചാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആകസ്മികമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലൂടെ തിരിച്ചു പോകേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, ക്ലിയർ? അതാണ് മറ്റൊരെണ്ണം കേട്ടോ. അടുത്തത് എന്താണ്? പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. അപ്പൊ നിയർ മിസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നിയർ മിസ്സസ് എന്ന് പറയില്ലേ, നമ്മള് ഈ തലനാരിലേക്ക് രക്ഷപ്പെടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, നിയർ മിസ് ആണെന്ന് പറയും അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു അപകടമായിരുന്നു, ഭാഗ്യവശാല് സംഭവിച്ചില്ല, രക്ഷപ്പെടുകയാണ്. അതാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന വലിയൊരു അപകടമാണ്, അത് ഭാഗ്യവശാൽ ഫോർച്യുനേറ്റ്ലി അത് സംഭവിക്കാതെ അതിനടുത്ത് കൂടെ പോയി എന്ന് പറയില്ലേ, അതാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് കേട്ടോ, നിയർ മിസ്സസ് കേസുകളുടെ ശതമാനം. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അടുത്തതാണ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. അതാണ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, കംപ്ലീറ്റ് അല്ലാത്തതും, അതുപോലെ തന്നെ അതായത് ഇംപെർഫെക്റ്റ്. ഇംപെർഫെക്റ്റ് എന്ന് വെച്ചാൽ പെർഫെക്ഷൻ ഇല്ലാത്തതെന്ന് പറയുമ്പോൾ മിക്കവാറും ചിലപ്പോൾ കംപ്ലീറ്റ് അല്ലാത്ത റെക്കോർഡുകളായിരിക്കാം, അല്ലെങ്കിൽ ജെന്യുവിൻ ആയിട്ട് വിവരങ്ങൾ ഡോക്യുമെന്റ് ചെയ്യാത്ത റെക്കോർഡുകളൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള, അതുപോലെ ഇംപ്രോപ്പർ കൺസെന്റ്, അതായത് ശരിയായിട്ടുള്ള സമ്മതമില്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. അതായത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളത്, അതുപോലെ ഒരു പ്രോപ്പർ കൺസെന്റ് ഇല്ലാത്തതുമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. അപ്പൊ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? ജെനുവിൻ ആയിരിക്കണം അല്ലെ, റിലയബിൾ ആയിരിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മൾ റെക്കോർഡിലെ വിവരങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ നമുക്കറിയാം റെക്കോർഡിലെ വിവരങ്ങൾ ഒരു രോഗിയുടെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും റെക്കോർഡിന്റെ വിവരങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് പാടില്ല പറയുന്നുണ്ട്. ഇംപ്രോപ്പർ കൺസെന്റ്, ശരിയായ രീതിയിൽ ഒരു കൺസെന്റ് ഇല്ലാത്തതും, അതുപോലെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഹോസ്റ്റൈൽ റിയാക്ഷൻ റിലേറ്റഡ് ടു ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതായത് നമ്മളൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമുക്കറിയാലോ, ബ്ലഡ് ബാങ്ക് പഠിച്ചതാണ് അല്ലെ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന എന്താണ് അപകടകരമായിട്ടുള്ള, പ്രതികൂലമായിട്ടുള്ള അത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ഹോസ്റ്റൈൽ റിയാക്ഷൻ ആണ്, അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസുകളെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് തൊട്ട് വളരെ സിവിയർ ആയിട്ടുള്ള റിയാക്ഷൻസ് വരെ ഉണ്ടാവാറുണ്ട്. ചില ആളുകളിൽ നമ്മളിപ്പോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ചിലവർക്ക് മൈൽഡ് ആയിട്ടുള്ള ചില എന്താ ഷിവറിങ്ങോ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ തൊട്ട് ചിലവരില് ജീവന് ഹാനികരമാവുന്ന അല്ലെങ്കിൽ ജീവന് ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള റിയാക്ഷൻസ് വരെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകളുടെ ശതമാനം. ഓക്കെ, അടുത്തത് എന്താണ്? പെർസെന്റേജ് ഓഫ് കേസസ് who received suitable prophylactic antibiotics within the specified time frame. ആദ്യം തന്നെ എന്താണ് പ്രോഫൈലാക്ടിക് ആന്റിബയോട്ടിക്സ്? പ്രോഫൈലാക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രതിരോധം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രോഫൈലാക്ടിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇവിടെ കൂടുതൽ പറയുന്നത് ഇപ്പൊ ഈ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ്, അതായത് ഈ സർജറി കഴിഞ്ഞിട്ടുള്ള ചില പേഷ്യൻസ്, എല്ലാവർക്കും അല്ലാണ്ടോ, ഇപ്പൊ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവുള്ള പേഷ്യൻസ് ആണെന്ന് വിചാരിക്കും. അവർക്കൊക്കെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാല് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ചാൻസ് അവർക്കുണ്ട്. എല്ലാവർക്കും അല്ല. നമ്മൾ ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചല്ലേ നിങ്ങൾ? അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ. അതിനകത്ത് ഈ പറയുന്ന സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അതൊരു നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ്. അതെല്ലാവർക്കും വരില്ല. ഈ പറയുന്ന പോലെ വളരെ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആളുകള്, വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ആളുകൾക്കൊക്കെ ഒരുപക്ഷെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാല് അവർക്ക് എന്ത് വരാം? സർജിക്കൽ സൈറ്റിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പൊ എന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സർജറിക്ക് മുൻപായിട്ട് തന്നെ അവർക്ക് എന്ത് കൊടുക്കും? പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ കൊടുക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ. പ്രോഫൈലാക്സിസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രതിരോധം എന്നുള്ള അർത്ഥമാണ്. അതിപ്പോ ഇതിന് മാത്രമല്ല, എന്തിനും പ്രതിരോധിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളെ നമുക്ക് പ്രോഫൈലാക്റ്റിക് മെഡിസിൻസ് എന്ന് പറയുക. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമിൽ, നിശ്ചിത സമയപരിധിയില്, കാലയളവിന് അനുയോജ്യമായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ റിസീവ് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനം. അപ്പൊ ഇങ്ങനെ വീക്ക് ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉള്ള ആളുകൾ സർജറിക്കൊക്കെ വിധേയമാകുമ്പോൾ അതിന് മുൻപായിട്ട് തന്നെ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എടുത്തിരിക്കണം. കാര്യം എന്താണ്? സർജറി കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നത്. ആസ് എ പാർട്ട് ഓഫ് പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യന്റ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അത്തരത്തില് ഒരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമില് ഒരു സ്യൂട്ടബിൾ ആയിട്ട് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ റിസീവ് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനം, എത്ര പേര് അത് എടുത്തിട്ടുണ്ട്, എത്ര പേര് അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ ശതമാനം. ഓക്കെ, ക്ലിയർ? അടുത്തതാണ് പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization procedure to prevent hostile events like wrong surgery, wrong patient and wrong surgery have been adhered to. അതായത് പെർസെന്റേജ് ഓഫ് സർജറി, ഇപ്പൊ നമുക്കറിയാം തെറ്റായ രീതിയിൽ ഇപ്പൊ സർജറികളൊക്കെ വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ട്, ചില സർജറികളിലൊക്കെ കുറെ പാകപ്പിഴകൾ വരുന്ന കേസുകളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, അല്ലെ? അപ്പോ ഈ പറയുന്ന റോങ് ആയ സൈറ്റിൽ, തെറ്റായ സൈറ്റിൽ സർജറി ചെയ്യാം, പേഷ്യന്റ് ആള് മാറിപ്പോയി സർജറി ചെയ്യാം, അല്ലെങ്കിൽ സർജറിയിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ സംഭവിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല എന്താ പറയാ മോശമായിട്ടുള്ള പല സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ ചില പ്രൊസീജിയറുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് സേഫ് ആയിട്ടുള്ള രീതിയിൽ സർജറികൾ കൊണ്ടുപോകാനായിട്ട്, സേഫ് ആയിട്ടുള്ള രീതിയിൽ സർജറികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ എന്ത് എടുത്തിട്ടുണ്ട്? പ്രൊസീജിയറുകൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ചില പ്രൊസീജിയറുണ്ട്. അപ്പൊ അത്തരം പ്രൊസീജിയറുകൾ കൃത്യമായിട്ട് പാലിക്കുന്നവരുടെ ശതമാനമാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഒരു സേഫ് സർജറിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ നടപടിക്രമങ്ങളും പാലിക്കുന്നവരുടെ ശതമാനം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നവരുടെ ശതമാനം എന്നതുപോലെ തന്നെയാണ് ഇവിടെ. അതായത് സർജറികളെ ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ച നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവരുടെ ശതമാനം എത്രയാണ്? ഓക്കെ, അടുത്തതാണ് മെഡിക്കേഷൻ എറർ റേറ്റ്, മരുന്നുകളുടെ എറർ റേറ്റ്. ഈ മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നത് ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും സംഭവിക്കാം, കേട്ടോ. അതായത് ഡോക്ടറുടെ കയ്യിൽ നിന്ന് സംഭവിക്കാം, നഴ്സിന്റെ കയ്യിൽ നിന്ന് സംഭവിക്കാം, ഈവൻ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് വരെ സംഭവിക്കാം. മെഡിക്കേഷൻ എററാണ്. അപ്പൊ ഡോക്ടർ ചിലപ്പോൾ ഇത് പറയാതെ മാറിപ്പോവുക, മെഡിക്കേഷന്റെ പേര് അല്ല മെഡിസിൻ മാറിപ്പോവുക, അല്ലെങ്കിൽ ഡോക്ടർ കറക്റ്റ് ആയിട്ട് എഴുതിയത് ഫാർമസിയിൽ കൊണ്ടുപോയി, പക്ഷെ ഫാർമസിയിൽ അവര് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവര് മരുന്നെടുത്ത് കൊടുത്തപ്പോ മാറിപ്പോവുക, അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. ഇനി അതുമല്ല, പേഷ്യന്റ് സ്വന്തമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണ്, അയാൾ മരുന്ന് കഴിക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് അയാൾ കഴിക്കാതെ വരും, തെറ്റായ രീതിയിൽ കഴിക്കാം. അപ്പോഴൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? മെഡിക്കേഷൻ എറർ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മെഡിക്കേഷൻ എറർ എന്ന് പറഞ്ഞത് ആരിൽ നിന്ന് വേണമെങ്കിലും സംഭവിക്കാം, കേട്ടോ. ഓക്കെ,
ഓക്കെ. അപ്പോ അടുത്തത് പെർസെന്റേജ് അത് മനസ്സിലായല്ലോ. പെർസെന്റേജ് ഓഫ് സർജറീസ്, പിന്നെ മെഡിക്കേഷൻ എറർ റേറ്റ്. ഓക്കെ, അതായത് മെഡിക്കേഷനിൽ വരുന്ന എററുകളുടെ നിരക്ക്. ഓക്കെ, അടുത്തത് എന്താണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് സർജറി, ഇമ്മ്യൂണിറ്റിയുടെ മാത്രമല്ല ചില ആളുകൾക്ക് സർജറിക്ക് ശേഷം എന്ത് വരാം? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വരാം. ശരിക്കും പറഞ്ഞാൽ അതെന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആണ് അല്ലെ. അത് ഈ ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന സർവീസുകളുടെ ക്വാളിറ്റിയിൽ കുറവ് മൂലമാണ് അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതാണ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU കേട്ടോ. ICUയിലുള്ള സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ. മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് റേറ്റ് ആണ് കേട്ടോ. അതായത് ICUയിൽ സംഭവിക്കുന്ന എന്താണ് മരണങ്ങളുടെ നിരക്കാണ് മറ്റൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് പറയുന്നത്. പിന്നെ വരുന്നത് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours with a similar presenting complaints. എന്താണ്? റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours with a similar presenting complaints. അതായത് ഇപ്പോ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ നമ്മൾ എമർജൻസിയിൽ പേഷ്യന്റ് എവിടേക്കാണ് കൊണ്ടുവരിക? കാഷ്വാലിറ്റിയിലേക്കാണ് നമ്മൾ കൊണ്ടുവരിക അല്ലെ. അപ്പൊ ഈ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യന്റിന് നമ്മൾ ചിലപ്പോൾ എന്ത് കൊടുക്കും? ട്രീറ്റ്മെന്റ് കൊടുക്കും. പ്രൈമറി ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കും. എന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ചിലപ്പോൾ അവരൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ അവര് പറഞ്ഞു വിടുകയാണ്, അവർ ഡിസ്ചാർജ് ചെയ്ത് വിടുകയെന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷേ ഒരു 72 hours ഇതേ സെയിം കംപ്ലൈന്റ് ആയിട്ട് പേഷ്യന്റ് തിരിച്ച് അതേ കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാണ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്? ഇനീഷ്യൽ ട്രീറ്റ്മെന്റില് ചിലപ്പോൾ എന്തെങ്കിലും ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് വേണ്ട വിധത്തിൽ ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അതേ കംപ്ലൈൻസുമായിട്ട് 72 മണിക്കൂറിൽ വീണ്ടും അതേ ഈ പറയുന്ന അതേ പ്രശ്നങ്ങളായിട്ട് രോഗി എവിടേക്ക് വരികയാണ്? കാഷ്വാലിറ്റിയിലോട്ട് വരികയാണ്. അതാണ് അവിടെ പറഞ്ഞത്. റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. അതായത് സമാനമായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള പരാതികളുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും കാഷ്വാലിറ്റിയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, അതൊന്നും അത്ര നല്ല ക്വാളിറ്റീനെ അല്ല കാണിക്കുന്നത് കേട്ടോ. അതിലൂടെയൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ ഒരു ക്വാളിറ്റി, ആ സർവീസുകളില് പേഷ്യന്റിന്റെ സേഫ്റ്റിയിലുള്ള ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് catheter related urinary tract infection rate കേട്ടോ. അതാണ് catheter related urinary tract infection rate. catheter related infection എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വളരെയധികം സിവിയർ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ആളുകൾക്ക് കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ കത്തീറ്ററിലൂടെ അണുബാധ ഏൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലുമാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ നിരക്ക്. ഓക്കെ, അത് മറ്റൊരു ഇൻഡിക്കേറ്റർ ആണ്. നെക്സ്റ്റ് വരുന്നത് വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ന്യൂമോണിയ കേസുകളുടെ നിരക്ക്. ചില രോഗികൾക്ക് വെന്റിലേറ്റർ എന്ന് പറയുന്നത് അറിയാലോ, അതായത് കൃത്രിമമായിട്ടുള്ള ആ ഒരു ശ്വാസമാണ് അവർക്ക് വെന്റിലേറ്റർ മെഷീന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവർ ശ്വസിക്കുന്നത്. അപ്പൊ ഇത് നേരിട്ട് ലങ്സിലേക്കാണ് ഈ ഒരു മെഷീന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്യുന്നത്. അതുമൂലം ഈ പറയുന്ന പോലെ ന്യൂമോണിയ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ലങ്സിനെ ബാധിക്കുന്നതാണല്ലോ. അപ്പൊ ആ രീതിയിൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ആയിട്ടുള്ള ന്യൂമോണിയ കേസുകളുടെ നിരക്ക്. ഓക്കെ, പിന്നെ വരുന്നത് സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. ഇതാണ് സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? കത്തീറ്റർ തന്നെയാണ് കേട്ടോ. അത് ലാർജ് കത്തീറ്റർ ആണ്, ദാറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ ദ നെക്ക് അല്ലെങ്കിൽ ആം ഓർ ചെസ്റ്റ്. നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ നെക്കിന്റെ ഭാഗത്തൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു ലാർജ് കത്തീറ്ററിനെ തന്നെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ എന്നാണ് പറയുക കേട്ടോ. അപ്പൊ ഈ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ കത്തീറ്റർ തന്നെ കേട്ടോ. നമ്മുടെ നെക്കിന്റെ ഭാഗത്തോ ചെസ്റ്റിന്റെ ഭാഗത്തോ നമ്മുടെ ആമിന്റെ ഭാഗത്തേക്കൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കുറച്ചുകൂടെ ഒരു ലാർജ് ആയിട്ടുള്ള വലുതായിട്ടുള്ള ഒരു കത്തീറ്റർ. അപ്പൊ അങ്ങനെയുള്ള കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എന്താണ്? ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. കത്തീറ്ററുകളിലൂടെയൊക്കെ നമുക്കറിയാം അണുബാധ ഏൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസുകളുടെ നിരക്ക്. ഓക്കെ,
പിന്നെന്താണ് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് കേട്ടോ, അതായത് കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ നിരക്ക്. നമുക്കറിയാലോ ഒരു രോഗികൾ അത് ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ആണെങ്കിലും ഈവൻ പേഷ്യൻസ് ആണെങ്കിലും അവര് ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ആണെങ്കിൽ അവര് ഈ പറയുന്ന പേഷ്യൻസുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പോ അതിനുശേഷമൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം, ഹാൻഡ് ഹൈജീൻ പാലിച്ചിരിക്കണം അല്ലെ. അങ്ങനെ ആ ഒരു ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നതിന്റെ നിരക്ക്. അടുത്തത് എന്താണ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്, റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനം. റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, പ്ലാനഡ് സർജറികളിലാണ് നമുക്ക് റീഷെഡ്യൂൾ ആവശ്യം വരുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച സർജറികളിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരാം, റീഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വരിക. അങ്ങനെ അപ്പൊ നമ്മൾ ഒരു പ്ലാൻ ചെയ്തു വെച്ചു, പക്ഷെ അതിൽ നമുക്ക് റീഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വരാം, ചിലപ്പോൾ പ്രീപോൺ ചെയ്യേണ്ടതായിട്ട് വരാം, ചിലപ്പോൾ ആ ഒരു പറഞ്ഞ സമയത്തിനേക്കാൾ ഒരു 4-5 മണിക്കൂർ വൈകിട്ട് ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെയൊക്കെ നമുക്ക് റീഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ് ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. ടേൺ അറൌണ്ട് ടൈം. ഈ ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ് അല്ലെ. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്. അതായത് ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ടേൺ അറൌണ്ട് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്, അതായത് ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഒരു ബ്ലഡ് ബാങ്കിലേക്ക് ഏതെങ്കിലും ഒരു ബ്ലഡ് കമ്പോണന്റിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ വരുന്ന സമയം തൊട്ട് അത് ഇഷ്യൂ ചെയ്യുന്നത് വരെയുള്ള ആ ഒരു സമയം, അതാണ് ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഒരു ബ്ലഡ് ബാങ്കിലോട്ട് ഒരു ബ്ലഡ് കമ്പോണന്റിന്റെ ഒരു റിക്വയർമെന്റ് വരികയാണ്. ആ റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എടുത്ത് ബ്ലഡ് കമ്പോണന്റ് കൊടുക്കാൻ പറ്റൂ? ഇല്ല. ആ റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ ആ കമ്പോണന്റ് എടുത്ത് അതിന്റെ കുറെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. ബ്ലഡ് ഗ്രൂപ്പും കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങും ഇൻഫെക്ഷൻ സ്ക്രീനിങ് ടെസ്റ്റിംഗ് ഇതൊക്കെ കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്കത് റെഡി ഫോർ ദ ട്രാൻസ്ഫ്യൂഷൻ. ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഇഷ്യൂ ചെയ്യുന്ന സമയത്തൊട്ട്, അതായത് ആ ബ്ലഡ് കമ്പോണന്റിന് വേണ്ടിയുള്ള റിക്വയർമെന്റ് വരുന്ന സമയം തൊട്ട് അത് ഇഷ്യൂ ചെയ്യുന്നത് വരെയുള്ള ആ ഒരു സമയം, അതാണ് ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത് കേട്ടോ. അത് ഒരു ഇൻഡിക്കേറ്റർ ആണ്, ടേൺ അറൌണ്ട് ടൈം ഫോർ ദ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. ഓക്കെ, അടുത്തത് വരുന്നത് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ് കേട്ടോ. ICUയിലും വാർഡുകളിലുമുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ. ICUവിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, 1:1 അല്ലെങ്കിൽ 1:2 അല്ലെ. ഇപ്പൊ വാർഡുകളിലൊക്കെ ആണെങ്കിൽ അത് മിക്കവാറും 1:5 അല്ലെങ്കിൽ 1:6 ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്, ICU വാർഡുകളിലുമുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ. ഓക്കെ, അടുത്തത് എന്താണ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഒരു ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് എടുക്കുന്ന വെയിറ്റിംഗ് ടൈം എന്താന്ന് വെച്ചാൽ, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തി അവരോട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം അവര് ആ ഒരു കൺസൾട്ടന്റിന്റെ റൂമിലോട്ട് അല്ലെങ്കിൽ അവരുടെ കൺസൾട്ടേഷൻ ആരംഭിക്കുന്നത് വരെയുള്ള ഒരു സമയം, അതാണ് അവിടുത്തെ വെയിറ്റിംഗ് ടൈം ഉദ്ദേശിക്കുന്നത്. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, അതായത് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എടുക്കുന്ന കാത്തിരിപ്പ് സമയം, വെയിറ്റിംഗ് ടൈം. ഓക്കെ, അടുത്തത് എന്താണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഇതുപോലെ തന്നെയാണ് ഡയഗ്നോസ്റ്റിക്സിന് എടുക്കുന്ന വെയിറ്റിംഗ് ടൈം. ഡയഗ്നോസ്റ്റിക്സിന് എടുക്കുന്ന വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ലബോറട്ടറിയില് അല്ലെങ്കിൽ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് ഏതെങ്കിലും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റിക്വയർമെന്റ് വരുന്ന സമയം തൊട്ട് ആ ഒരു ടെസ്റ്റ് ആരംഭിക്കുന്നത് വരെയുള്ള ഒരു സമയം. അതായത് ഇപ്പൊ എക്സ്റേ എടുക്കാനായിട്ട് ഒരു പേഷ്യന്റ് വരികയാണ്. അപ്പൊ എക്സ്റേ എടുക്കാനുള്ള റിസീപ്റ്റ് കൊടുത്തു, അത് കഴിഞ്ഞ് എക്സ്റേക്ക് റെഡി ആവാണ്, എക്സ്റേ റൂമിലേക്ക് അവർ കയറുന്നത് വരെയുള്ള ഒരു സമയം ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഡയഗ്നോസ്റ്റിക്സിന് എടുക്കുന്ന വെയിറ്റിംഗ് ടൈം. അടുത്തത് എന്താണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. ഇതാണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. സ്റ്റോക്ക് ഔട്ട് ആവാന്ന് വെച്ചാൽ എന്താണ്, തീർന്നു പോവുക അല്ലെ. അതായത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മെഡിക്കേഷൻസുകളുടെ നിരക്ക്. എമർജൻസി മരുന്നുകൾ സ്റ്റോക്ക് ഔട്ട് ആയി പോവുക എന്ന് പറഞ്ഞാല് അത് അത്ര നല്ലൊരു സൂചനയല്ല അല്ലെ. ഒരിക്കലും എമർജൻസി മരുന്നുകൾക്ക് എന്ത് വരാൻ പാടില്ല, ഷോർട്ടേജ് വരാനായിട്ട് പാടില്ല. പക്ഷെ സംഭവിക്കാമല്ലോ. അങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മെഡിക്കേഷൻസുകളുടെ നിരക്ക് കേട്ടോ.
അടുത്തത് പേഷ്യന്റ് ഫാൾ റേറ്റ്. അതാണ് പേഷ്യന്റ് ഫാൾ റേറ്റ്. നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം തോന്നാം, പേഷ്യന്റിന്റെ ഫാൾ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യന്റിന്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവാണ് എന്ന് അങ്ങനെ വിചാരിക്കരുത്. അതല്ല, പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വീണ് പോകുന്ന, വീഴ്ച സംഭവിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നു, അവിടെ വെച്ച് അവരവിടെ വീഴോ, സ്റ്റെയറിൽ നിന്ന് വീഴോ, അല്ലെങ്കിൽ ബാത്റൂമിൽ തെന്നി വീഴോ, അല്ലെങ്കിൽ ബെഡിൽ നിന്ന് വീഴോ, അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് ഫാൾ റേറ്റ് ആണ് കേട്ടോ. അല്ലാണ്ട് എന്തല്ല, പേഷ്യൻസിന്റെ എണ്ണത്തിൽ വരുന്ന കുറവിനെയല്ല ഉദ്ദേശിക്കുന്നത്, വീണു പോകുന്ന പേഷ്യൻസുകളുടെ എണ്ണം. അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ പേഷ്യൻസ് വീണു പോകുക എന്ന് പറയുന്നത്? ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ ഫെസിലിറ്റികളുടെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം, ഫെസിലിറ്റിയിലുള്ള പോരായ്മകൾ കൊണ്ടായിരിക്കാം. ഇപ്പൊ എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യന്റ്, അയാൾ എന്താണ് ബാത്റൂമിൽ പോയി, ബാത്റൂമിൽ അയാൾ എന്ത് ചെയ്യാണ്, തെന്നി വീഴാണ്. അപ്പൊ ചിലപ്പോ അവിടുത്തെ സ്ലിപ്പറി ഫ്ലോർ കാരണം കൊണ്ടായിരിക്കും. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ സ്ലിപ്പറി ഫ്ലോർ മൂലം വേണമെങ്കിൽ എന്ത് സംഭവിക്കാം, പേഷ്യന്റ് വേണമെങ്കിൽ വീഴാം. അതുപോലെ തന്നെ ചിലപ്പോ ഈ പറയുന്ന പോലെ ഒരു പ്രോപ്പർ ലൈറ്റനിങ് ഇല്ല, വേണ്ടത്ര ഒരു വെളിച്ചങ്ങളില്ല, അങ്ങനെയൊക്കെയുള്ള റൂമുകളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പേഷ്യന്റ് വീഴാം അല്ലെ. അപ്പൊ അത്തരത്തിലൊക്കെ എന്താണ് പേഷ്യന്റ് ഫാൾ റേറ്റ് ആണ്, വീണു പോകുന്ന പേഷ്യൻസുകളുടെ നിരക്ക്. അടുത്തത് എന്താണ്, ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. അതാണ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കേട്ടോ. അതായത് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസുകളുടെ, അതായത് നമ്മൾ നീഡിൽ മൂലം ഉണ്ടാകുന്ന ഇഞ്ചുറീസ് സംഭവിക്കാമല്ലോ. അപ്പൊ ആ ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസുകളുടെ എണ്ണമാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതൊക്കെ റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്, എങ്കിലും അത്തരത്തിലുള്ള നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസുകളുടെ എണ്ണം. പിന്നെന്താണ്, സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ചേഞ്ച്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് ഫോർ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. അതായത് സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ചേഞ്ച്. നമ്മൾ അറിയാലോ, ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും നഴ്സസ് ആയാലും അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് റെക്കോർഡുകൾ അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യും അല്ലെ. ഇപ്പൊ നഴ്സസ് ഒക്കെ കണ്ടില്ല, അഡ്മിറ്റ് ആയിട്ടൊക്കെ എടുക്കുമ്പോൾ ഡേ ടൈമുള്ള നഴ്സ് അവര് എന്താണ് ഇറങ്ങുന്ന സമയത്ത്, ഷിഫ്റ്റ് കഴിയുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്ന നഴ്സിന്റെ അടുത്ത് രോഗിയുടെ വിവരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവര് ഹാൻഡ് ഓവർ ചെയ്യും. ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ, ഡോക്ടേഴ്സിനുണ്ട് നഴ്സസിനുണ്ട്. അപ്പൊ ആ രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്റെ ആ ഒരു എണ്ണമാണ് എടുക്കുന്നത് കേട്ടോ. സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്യൂട്ടബിൾ ആയിട്ട് റെക്കോർഡ്സുകൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം. അടുത്തത് എന്താണ്, കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. അതാണ് കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. സാധാരണ രീതിയിൽ ഒരു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. അത്തരത്തിൽ ക്യാപിറ്റൽ ലെറ്ററുകൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുള്ള മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസുകളുടെ ആ ഒരു എണ്ണം അല്ലെങ്കിൽ ശതമാനമാണ് അവിടെ എടുക്കുന്നത്. പൊതുവെ നമ്മൾ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസ് എഴുതുമ്പോൾ മരുന്നുകളുടെ പേരുകളും മറ്റൊക്കെ എഴുതുമ്പോൾ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ കൃത്യമായിട്ട് പാലിച്ചിട്ട് എഴുതിയിട്ടുള്ള മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസുകളുടെ നിരക്ക്. ഇത്രയുമാണ് നമ്മൾ പറയുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. 32 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിലൂടെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങളുടെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആരുമില്ലേ റിപ്ലൈ ചെയ്യാനായിട്ട്? ആരുമില്ല? ക്ലാസ് ലെഫ്റ്റ് ആയി പോയോ എല്ലാവരും? ഓക്കെ, 3 മണിയൊക്കെ കഴിയുമ്പോ ഒരു 3:15 ആകുമ്പോ തന്നെ എല്ലാവരും ലെഫ്റ്റ് ആയി പോവാണ് അല്ലേ? ഓക്കെ, ജസ്റ്റ് ചോദിക്കുമ്പോ എന്തെങ്കിലും ഒരാളെങ്കിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കറിയില്ല കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. പിന്നീട് നമ്മളത് പറഞ്ഞിട്ടില്ല, സംശയം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. നേരെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഈ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു കേട്ടോ. 32 എണ്ണം ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കാം.
മനസ്സിലായോ? ഓക്കെ ആണോ 32 ഓക്കെ. അപ്പൊ നമ്മള് മൂന്നാമത്തെ റിക്വയർമെന്റ് നമ്മൾ കണ്ടു, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. മൂന്നാമത്തെ റിക്വയർമെന്റ് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൽ തന്നെ 32 നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? അതായത് അക്രഡിറ്റേഷൻ ഡോക്യുമെന്റ്സുകളാണ് ഈ പറയുന്നത്. ഒരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മാനുവല് പറഞ്ഞു, കമ്മിറ്റി പറഞ്ഞു, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അതിനകത്ത് 32 പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞല്ലോ 10 റിക്വയർമെന്റ്സ് ആണുള്ളത്. ഇനി നാലാമത്തെ റിക്വയർമെന്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. നാലാമത്തെ റിക്വയർമെന്റ് എന്താണ്? സൈനേജ് ആണ്. സൈനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനേജ് that includes the patient rights and responsibility. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ബൈലിംഗ്വൽ. ബൈലിംഗ്വൽ എന്ന് പറഞ്ഞാല് 2 ഭാഷകളിലാണ് സൈനേജ്. സൈനേജ് എന്ന് വെച്ചാൽ സൈനേജ് ബോർഡുകളാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഈ പേഷ്യന്റിന്റെ ആ ഒരു റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അവരുടെ റെസ്പോൺസിബിലിറ്റിയും അവരുടെ റൈറ്റ്സുകളൊക്കെ കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്തിരിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? ഇപ്പം 2 ഭാഷയിൽ എഴുതും, ഇംഗ്ലീഷിൽ എഴുതും, മലയാളത്തിൽ എഴുതും അല്ലെ. ഇപ്പൊ നമ്മൾ ലബോറട്ടറിയിലേക്ക് കയറുമ്പോഴാണെങ്കിലും ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ കയറുമ്പോൾ നമ്മൾ അവിടെ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതും, 2 ലാംഗ്വേജിൽ എഴുതും. അതുപോലെ തന്നെയാണ് ഇവിടെ. അതായത് ഒരു പേഷ്യന്റിന്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കുറഞ്ഞത് എത്ര ഭാഷയിലാണ്? ബൈലിംഗ്വൽ ആണ് കേട്ടോ. 2 ഭാഷകളിലെങ്കിലും നമ്മൾ സൈനേജ് ബോർഡുകളായിട്ട് പ്രദർശിപ്പിച്ചിരിക്കണം, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അതൊരു റിക്വയർമെന്റ് ആണ്. പിന്നെ വരുന്നതാണ് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. നമ്മൾ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ്ങിന്റെ പ്രോപ്പർ റെക്കോർഡുകൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. പിന്നെ വരുന്നത് സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ. നമുക്കറിയാം ഈ സ്റ്റാഫുകൾ അവരുടേതായ ആ ഒരു പ്രതിരോധ കുത്തിവയ്പ്പുകൾ, അവരുടേതായ ഇമ്മ്യൂണൈസേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് അവര് എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ, സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ. പിന്നെ വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഓർഗനൈസേഷനിൽ പാലിക്കേണ്ടതായിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് എന്ന് പറയുന്നത്. നിയമപരമായിട്ടുള്ള റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള പോളിസികള്, പ്രൊസീജിയറുകള്, റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ, ഓക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് അവിടെ അതിന്റെ റെക്കോർഡുകളൊക്കെ പ്രോപ്പർ ആയിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതാണ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്, ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് once in 6 months. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, once in 6 months. അതായത് ഒരു ഹോസ്പിറ്റലില് ഒരു ഇന്റേണൽ ഓഡിറ്റുകള് 6 മാസത്തിൽ ഒരിക്കല് നടത്തിയിരിക്കണം. ഏതാണ് പറയുന്നത്? ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് once in 6 months. അതായത് 6 മാസത്തിൽ ഒരിക്കല് ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലില് ഇന്റേണൽ ഓഡിറ്റ് നടത്തിയിരിക്കണം. ഏതാണ്? ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് once in 6 months. അതായത് 6 മാസത്തിൽ ഒരിക്കല് ഒരു ഹോസ്പിറ്റലില് ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിരിക്കണം കേട്ടോ. അടുത്തത് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഇൻ എയർ. അതുപോലെ ഒരു വർഷത്തില് കുറഞ്ഞത് 2 ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിരിക്കണം. ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകൾ, അതായത് കുറെ കൂടെ ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ടുള്ള 2 പ്രോജക്റ്റുകളെങ്കിലും ഒരു ഹോസ്പിറ്റൽ, ഒരു വർഷത്തിൽ 2 പ്രോജക്റ്റുകളെങ്കിലും അവിടെ എന്ത് ചെയ്തിരിക്കണം? ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. പിന്നെ അടുത്തത് എന്താണ്? ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്. ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് which consists of identification, reporting, reviewing and action on incidents, and this could consist of a near miss, sentinel event or adverse event. പിന്നെ വരുന്നത് ഇൻസിഡന്റ് റിപ്പോർട്ടുകളുടെ മാനേജ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇൻസിഡൻസ്, എന്തെങ്കിലും അപകടങ്ങളാവാം, ആക്സിഡൻസ് ആയിരിക്കാം അല്ലെ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ ഇപ്പൊ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും പരിക്കുകളോ അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ എന്താണെങ്കിലും, എന്ത് ഇൻസിഡൻസുകളാണെങ്കിലും അതിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അവിടെ ഉണ്ടായിരിക്കും. അതാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്. ഈ ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻസിഡൻസ് അല്ലെ, ഇൻസിഡൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, റിപ്പോർട്ടിംഗ്, അത്
കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ റിവ്യൂവിങ്, അത് അവലോകനം ചെയ്യുക. ആൻഡ് ആക്ഷൻ ഓൺ ഇൻസിഡൻസ്, അത്തരം ഇൻസിഡൻസിന് നമ്മൾ എന്ത് പ്രിവെന്റീവ് ആക്ഷൻസ് ആണ് എടുത്തിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് അവിടെ നിർബന്ധമാണ്. ഓക്കെ, ഇനി ഈ ഇൻസിഡന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ദിസ് കുഡ് കൺസിസ്റ്റ് ഓഫ് എ നിയർ മിസ്, സെന്റിനൽ ഇവന്റ് ഓർ അഡ്വേഴ്സ് ഇവന്റ്സ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നിയർ മിസ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നിയർ മിസ് കേസുകളായിരിക്കാം. അപകടം സംഭവിച്ചില്ല, പക്ഷെ വളരെ വലിയൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു, പക്ഷെ സംഭവിച്ചില്ല പറഞ്ഞു. അങ്ങനെയുള്ള സെന്റിനൽ മീൻസ് ഒരു നിയർ മിസ്സസ് ആണോ. അതുപോലെ സെന്റിനൽ ഇവന്റ് ഓർ അഡ്വേഴ്സ് ഇവന്റ്. സെന്റിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റ് എന്ന് അർത്ഥമാണ്. ആകസ്മികമായിട്ട് സംഭവിക്കുന്ന അപകടങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. സെന്റിനൽ ഇവന്റ്സ് അഥവാ അഡ്വേഴ്സ്, അതായത് അഡ്വേഴ്സ് മീൻസ് പ്രതികൂലമായിട്ടുള്ളത്. സെന്റിനൽ ഇവന്റ്സ് അല്ലെ, അതായത് ആകസ്മികമായിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടാവുന്ന ഇവന്റ്സ്. ഇതൊക്കെയാണ് നമ്മൾ ഇൻസിഡൻസ് എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തുന്നത്. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്നാ ഒരു 10 റിക്വയർമെന്റ്സുകൾ ഒന്ന് വായിച്ചേ നിങ്ങള്. 10 റിക്വയർമെന്റ്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? മാനുവൽ, കമ്മിറ്റീസ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, എന്താണ് നമ്മൾ പറഞ്ഞത്? സൈനേജ്, പിന്നെ സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്, സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്, ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ്, 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ്, അതുപോലെ ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്. ഓക്കെ, വായിച്ചു കേട്ടോ. ക്ലിയർ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കേട്ടോ. നോക്കാം, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിനെ പറയുന്ന മറ്റു പേരെന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നും ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ഇതിൽ എന്താണ് ക്വാളിറ്റി, എന്താണ് ഇൻഡിക്കേറ്റർ എന്നുള്ളത് അവിടെ പറയുന്നത് കേട്ടോ. ക്വാളിറ്റി എന്താണ്? നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞതാണ് അല്ലെ. ക്വാളിറ്റി റെഫേഴ്സ് ടു the degree of adherence to pre-established criteria or standards. നമ്മൾ പറഞ്ഞല്ലോ, തുടക്കം പറഞ്ഞതാണ് ഈ ചാപ്റ്ററിൽ അല്ലെ. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് അത് മുൻകൂട്ടി നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നതിന്റെ വ്യാപ്തിയാണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയല്ലേ ക്വാളിറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത്? അതെ, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓഫ് സ്റ്റാൻഡേർഡുകൾ അല്ലെ. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അതിന്റെ ക്വാളിറ്റിക്കായിട്ട് നമ്മൾ ചില സ്റ്റാൻഡേർഡുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ. ആ സ്റ്റാൻഡേർഡുകളെല്ലാം എത്രത്തോളം ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്നതിന്റെ വ്യാപ്തിയാണ് നമ്മൾ അതിന്റെ ഗുണമേന്മയായിട്ട് പറയുന്നത് അല്ലെ, അതിന്റെ ക്വാളിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതാണ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയത്തിന് ഒരു ഫംഗ്ഷൻ അല്ലെ, എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ പെർഫോമൻസ് അല്ലെ,
അത് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങൾ, അതിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് 32 എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ആ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അവരുടെ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന് പറയുന്ന മറ്റു പേരെന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയാ. ക്വാളിറ്റി എന്ന് പറഞ്ഞാല് മുൻകൂട്ടി ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ എത്രത്തോളം പാലിക്കുന്നു എന്നതിന്റെ ഒരു വ്യാപ്തിയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫംഗ്ഷൻ, അതിന്റെ ഒരു പ്രോസസ്സർ, അതിന്റെ ഒരു സിസ്റ്റം, അതിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സൂചകങ്ങളെയാണ് ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? ശരിക്കും പറഞ്ഞാല് ഇതോടുകൂടിയിട്ട് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മുടെ കഴിയാണ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി നമ്മൾ പഠിക്കുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ നേരത്തെ ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചില്ലേ? അതിന് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടും നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അതായത് അവിടെ പറഞ്ഞ അതേ ഇൻഡിക്കേറ്റേഴ്സുകൾ തന്നെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് അതിനെ തിരിച്ച് നമ്മൾ പറയുകയാണ്. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അപ്പൊ നേരത്തെ പഠിച്ചത് തന്നെയാണ്. പക്ഷെ ചിലതിന് മാത്രം 1-2 മാത്രമാണ് നമ്മൾ അത് പറയാത്ത 1-2 ചിലത് ഇതിന് കയറി വരുന്നുണ്ട്. അത് മാത്രം നമുക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? നേരത്തെ പറഞ്ഞ അതേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പൊ നോക്കാം, ദ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സുകൾ എന്തൊക്കെയാണ്? അപ്പൊ നേരത്തെ പറഞ്ഞതിന് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പറയുകയാണ്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്, ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടത്, ICU എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്, ഓപ്പറേഷൻ തിയേറ്റർ അഥവാ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ ലബോറട്ടറി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്, ഫാർമസി ആയിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ ഫ്രണ്ട് ഓഫീസ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ നമ്മള് അതുപോലെ HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ ഡിസ്ചാർജ് സമ്മറി, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഈ പറയുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. എന്താണ്? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഓവറോൾ കാര്യങ്ങൾ ആരായിരിക്കും നോക്കുന്നത്? നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് അവിടെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നത്. ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, നമ്മൾ പഠിക്കേണ്ടത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്. കുറെയൊക്കെ നേരത്തെ പറഞ്ഞ അതേ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യൻസ്. നേരത്തെ പറഞ്ഞില്ലേ, ഇൻപേഷ്യന്റ് അഥവാ ഇൻഡോർ പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്ത സമയം. ഓക്കെ, രണ്ടാമത്തത് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഇസ് ഡോക്യുമെന്റഡ്. അത് മാത്രം അവിടെ പറയാത്തതാണ് കേട്ടോ. പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഇസ് ഡോക്യുമെന്റ്, അതായത് രോഗികളുടെ നഴ്സിംഗ് കെയർ പ്ലാൻ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യൻസ് കേസുകളുടെ ശതമാനം. അതായത് നമ്മൾ പേഷ്യന്റ് അഡ്മിറ്റ് ആവുമ്പോൾ അവരുടെ നഴ്സിംഗ് കെയർ പ്ലാൻ തയ്യാറാക്കി വെക്കണം. അതായത് നഴ്സസ് എന്തൊക്കെ പരിചരണങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യൻസ് കേസുകൾ, ചിലപ്പോൾ എല്ലാവരുടെയും നഴ്സിംഗ് കെയർ പ്ലാൻ ചിലപ്പോ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ നഴ്സിംഗ് കെയർ പ്ലാൻ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം. മൂന്നാമത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എററുകളുടെ ശതമാനം. ഓക്കെ, ഇത്രയും മതി. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. വേറെ ഒന്നുമില്ല, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചത് പഠിക്കുന്നത് മാത്രമാണ് കേട്ടോ. ഞാൻ മ്യൂട്ട് ചെയ്യാണ്. വേറെ ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈകിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാൻ താങ്കൾ വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.